1 സെന്റിമീറ്റർ വശമുള്ള കുറെ സമചതുര കട്ടകൾ നൽകിയിരിക്കുന്നു. ഇവയുടെ ഓരോന്നിന്റെയും വ്യാപ്തം എത്രയായിരിക്കും? വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയതിനാൽ വ്യാപ്തം 1 ഘന സെന്റിമീറ്റർ ആയിരിക്കും. ഇവ ചേർത്ത് വെച്ച് രൂപങ്ങൾ നിർമ്മിക്കാം. ഈ രൂപത്തിൽ എത്ര ചെറിയ സമചതുര കട്ടകളുണ്ട്? 6 അല്ലേ? എങ്കിൽ ഈ രൂപത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും? ഒരു ചെറിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം 1 ഘന സെന്റിമീറ്റർ ആണ്. അത്തരം 6 ചെറിയ സമചതുരക്കട്ടകൾ ഈ രൂപത്തിലുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിന്റെ വ്യാപ്തം 6 ഘന സെന്റിമീറ്റർ ആണ്. ഇതിനു മുകളിലായി ഇതേപോലെ തന്നെ സമചതുരക്കട്ടകൾ ഒരു പാളിയായി ക്രമീകരിക്കാം. ഈ സ്തംഭത്തിന്റെ പേരെന്താണ്? പാദം ചതുരാകൃതിയിലാണ്. അതുകൊണ്ട് ഇതൊരു ചതുരസ്തംഭമാണ്. നീളത്തിൽ 3 സമചതുരക്കട്ടകളും വീതിയിൽ 2 സമചതുരക്കട്ടകളും ഉയരത്തിൽ 2 സമചതുരക്കട്ടകളുമാണ് ഉള്ളത്. അതിനാൽ ഈ ചതുരസ്തംഭത്തിന്റെ നീളം 3 സെന്റിമീറ്റർ, വീതി 2 സെന്റിമീറ്റർ, ഉയരം 2 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ്. പാദ പരപ്പളവ് എത്രയായിരിക്കും? പാദത്തിന്റെ നീളം 3 സെന്റിമീറ്ററും വീതി 2 സെന്റിമീറ്ററും ആയതിനാൽ പാദ പരപ്പളവ് 3 × 2 അഥവാ 6 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. വ്യാപ്തം എത്രയായിരിക്കും? ഒരു ചെറിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം 1 ഘന സെന്റിമീറ്റർ ആണ്. ഈ രൂപത്തിൽ ആകെ എത്ര ചെറിയ സമചതുരക്കട്ടകളുണ്ട്? ഒന്നാമത്തെ പാളിയിൽ 6 സമചതുരക്കട്ടകളുണ്ട്. രണ്ടാമത്തെ പാളിയിലും 6 സമചതുരക്കട്ടകളാണുള്ളത്. അപ്പോൾ ആകെ സമചതുരക്കട്ടകളുടെ എണ്ണം അഥവാ ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം 6 × 2 അഥവാ 12 ഘന സെന്റിമീറ്റർ ആണ്. ഇനി ഇതിനു മുകളിൽ ഒരു പാളി കൂടി ചേർത്ത് വെച്ചാലോ? അല്പം കൂടി ഉയരം കൂടിയ ഒരു ചതുരസ്തംഭം കിട്ടും. ഇവിടെ ചതുരസ്തംഭത്തിന്റെ പാദമുഖത്തിന്റെ നീളവും വീതിയും മാറുന്നില്ല, ഉയരം മാത്രമാണ് മാറിയത്. അതിനാൽ പാദ പരപ്പളവിന് മാറ്റമില്ല. വ്യാപ്തം എത്രയായിരിക്കും? ഒരു പാളിയിൽ 6 സമചതുരക്കട്ടകളുണ്ട്. അത്തരം 3 പാളികളുണ്ട്. അപ്പോൾ ആകെ സമചതുരക്കട്ടകളുടെ എണ്ണം 6 × 3 അഥവാ 18 ആണ്. ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം 1 ഘന സെന്റിമീറ്റർ ആയതിനാൽ ഈ ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം 18 ഘന സെന്റിമീറ്റർ ആണ്. ചെറിയ സമചതുരക്കട്ടകളുടെ വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ വീതമായതിനാൽ പാദത്തിലെ സമചതുരക്കട്ടകളുടെ എണ്ണം പാദ പരപ്പളവിന് തുല്യമാണ്. അതുപോലെ തന്നെ പാളികളുടെ എണ്ണം എന്നത് ഉയരത്തിനും തുല്യമാണ്. വ്യാപ്തം കാണാൻ ആകെ എത്ര ചെറിയ സമചതുരക്കട്ടകളുണ്ട് എന്നാണ് നാം നോക്കിയത്. അതിന് പാദത്തിലുള്ള സമചതുരക്കട്ടകളുടെ എണ്ണത്തെ പാളികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു. പാദത്തിലുള്ള സമചതുരക്കട്ടകളുടെ എണ്ണം പാദ പരപ്പളവിന് തുല്യവും പാളികളുടെ എണ്ണം ഉയരത്തിന് തുല്യവുമായതിനാൽ വ്യാപ്തം എന്നത് പാദ പരപ്പളവ് × ഉയരമാണെന്ന് കാണാം. അതായത് ഏത് ചതുരസ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദ പരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്.